യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്തായിരിക്കും, 1000 ആണ്ട് വാഴ്ചയിലെ യെരുശലേം എങ്ങനെയായിരിക്കും എന്നുള്ളായിരിക്കുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ചില ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോകൾ ഇടാൻ കഴിഞ്ഞില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, പല ദൂരസ്ഥലങ്ങളിലും ബൈബിൾ ക്ലാസ്സുകൾക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയി വരേണ്ടതുള്ളത് കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. മറ്റൊന്ന്, ജലദോഷത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ചില ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ കഴിയാതിരുന്നത്. ക്ഷമിക്കണം എൻ്റെ കേൾവിക്കാരെ. കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്, ആശ്വാസമാണ്. അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ സഹസ്രാബ്ദത്തിലെ യെരുശലേമിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ലോകത്തിൻ്റെ തന്നെ തലസ്ഥാനം യെരുശലേമായിരിക്കുമെന്ന് പറഞ്ഞു. യെരുശലേമിൽ സഹസ്രാബ്ദ ആലയം, ദൈവാലയം ഉണ്ടാകും എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവിൻ്റെ തേജസ് യെരുശലേം ദേവാലയത്തിലെ സഹസ്രാബ്ദ ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അധിവസിക്കും. അവിടുത്തെ തേജസ് അവിടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞു. യെരുശലേം പട്ടണം മുഴുവൻ ആ തേജസ്സിനാൽ സദാസമയവും പ്രകാശപൂരിതമായിരിക്കും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഏറ്റവും യെരുശലേം എന്ന് പറയുന്ന മലയായിരിക്കും അന്ന് ഒരു പക്ഷേങ്കിൽ ആ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ആ ഭാഗങ്ങളിൽ ഏറ്റവും ഉയർന്ന മല അതായിരിക്കുമെന്ന് പറഞ്ഞു. ദാവീദ് രാജാവായിരിക്കും അവിടെ രാജാവായിട്ട് വാഴുക എന്ന് എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെ അല്ലെങ്കിലും എനിക്ക് വിരോധമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. യെരുശലേമിനെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെരുശലേമിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, യെരുശലേം സഹസ്രാബ്ദ വാഴ്ചയിൽ അനേകം ജാതികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരിക്കുമെന്ന് തിരുവെഴുത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാമല്ലോ, ഒരുപാട് ഹൈന്ദവ പുരാതന സ്ഥലങ്ങളിലേക്കും തീർത്ഥാടന സ്ഥലങ്ങളിലേക്കുമൊക്കെ ഹൈന്ദവർ കൂട്ടമായി ലക്ഷക്കണക്കിന് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമാണ് മെക്ക എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം. ആ മെക്കയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് തീർത്ഥാടകർ ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ യെരുശലേമിലേക്ക് അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അനേക ജാതികൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിച്ച്, യെരുശലേമിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് അവർ അന്ന് അവിടെ വരികയും അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. സകല വഴികളും എല്ലാ റോഡുകളും യെരുശലേമിലേക്ക് തുറന്നിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് ആ കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. സെഖരിയ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാൻ ഇടയാകും. എവിടേക്ക് വരുവാൻ? യെരുശലേമിലേക്ക് വരുവാൻ ഇടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരുശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിക്കാനും വരും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിച്ച്, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുകയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും എന്നാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി യെരുശലേം പട്ടണം 1000 ആണ്ട് വാഴ്ചയിൽ മാറും. നമ്മുടെ ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയിലെ സകല സ്റ്റേറ്റുകളിൽ നിന്നും, ലോകത്തിൻ്റെ സകല രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കായിരിക്കുന്ന തീർത്ഥാടകർ ഒഴുകിയെത്തുന്നതായിരിക്കുന്ന കേന്ദ്രമായി യെരുശലേം തീരും. അവർ പറയും, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കാൻ നമുക്ക് പോകാം, അവിടെയാണ് സൈന്യങ്ങളുടെ യഹോവ അധിവസിക്കുന്നത് എന്ന് പറയും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊരു പട്ടണത്തിലെ നിവാസികളോട് പറയും, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയും. അങ്ങനെ അവർ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിന് പോവുകയും എല്ലാവരും അവിടെ വന്നു ചേരുകയും അനേക ജാതികളും ബഹുവംശങ്ങളും യെരുശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാൻ, യഹോവയെ പ്രസാദിപ്പാനും വരുമെന്നാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ചത് എന്ന് ഓർക്കുക. സെഖരിയ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായത്തിലെ 14 വാക്യം, 14-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു,
ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. മിസ്രയീം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകുകയില്ല. കൂടാര പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അന്നാളിൽ ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന് ലോക ജനതകൾ മനസ്സിലാക്കും. വേറെ ഈ ഇന്ന് ലോകത്ത് കാണുന്ന 33 കോടി ദൈവങ്ങളും മറ്റ് ദൈവനാമങ്ങളും എല്ലാം തന്നെ ദൈവങ്ങളല്ല, അതെല്ലാം മനുഷ്യൻ്റെ കൈവേലകളും മനുഷ്യൻ്റെ അറിവില്ലാത്ത ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ദൈവങ്ങളുമാണ് എന്ന് ലോകം മനസ്സിലാക്കുകയും അന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അവയെ എറിഞ്ഞു കളയുകയും ചെയ്യും എന്നെല്ലാം ധാരാളം പ്രവചനവാക്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല. ധാരാളം പ്രവചനവാക്യങ്ങളുണ്ട്. അവർ തങ്ങളുടെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള വിഗ്രഹങ്ങളെ തുരപ്പനിലേക്കും നരിച്ചേർന്നും എറിഞ്ഞു കളയും. പോകുക, ഇനി നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. അങ്ങനെ ലോകത്തിലെ സകല ജാതികളും യെരുശലേമിൽ യഹോവയെ അന്വേഷിപ്പാനായിട്ട് വരും എന്ന് നമ്മൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. യെശയ്യാ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിലും നമ്മളതങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളൊങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് യുദ്ധമില്ലാത്തതായിരിക്കുന്ന ഒരു ലോകമാണ് എന്നുള്ളത് എത്ര സന്തോഷകരമാണ് അല്ലേ? ഇന്ന് യുദ്ധങ്ങൾ കേട്ട് മടുത്തില്ലേ? അപ്പോൾ 1000 ആണ്ട് വാഴ്ച, നമ്മുടെ കർത്താവ് വാഴുന്ന കാലം ലോകത്തിലെ യുദ്ധമുണ്ടാകുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതും അനേക ജാതികളും അനേക രാജ്യങ്ങളും രാജാക്കന്മാരും എല്ലാം ഒഴുകി വരുന്നു. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതാത് രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുണ്ടാവും, ഭരണാധികാരികളുണ്ടാകും, നിയമങ്ങളുണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അവരെല്ലാവരും രാജാക്കന്മാരെല്ലാം വരും യെരുശലേമിലേക്ക് യഹോവയുടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട്. ധാരാളം വാക്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങളിലെല്ലാം വായിക്കുന്നത് രാജാക്കന്മാർ നിൻ്റെ സന്നദ്ധിയിൽ വന്ന് നിന്നെ നമസ്കരിക്കും, രാജാക്കന്മാരും പ്രഭുക്കന്മാരും നിന്നെ വണങ്ങും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് 1000 ആണ്ട് വാഴ്ച. യെരുശലേമിൻ്റെ മഹാത്മ്യം അന്ന് ലോകത്തിലേറ്റവും കീർത്തിപ്പെട്ടതായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യെരുശലേമിനെക്കുറിച്ച് പറയുമ്പോൾ, ഇസ്രായേലിനെക്കുറിച്ച് അല്ലെങ്കിൽ യെരുശലേമിനെക്കുറിച്ച് പറയുമ്പോൾ, ഇസ്രായേൽ ജനതയുടെ ആയുസ് അന്ന് വളരെ വലുതായിരിക്കും. ഇന്നത്തെ മാതിരി അല്ല എന്നുള്ളത് കാണുവാനായിട്ട് പറ്റും. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൽ 65-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 20 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം സൃഷ്ടിക്കുന്നതായിരിക്കുന്ന ഈ യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ ജനത്തിൻ്റെയും പ്രായം ഇതിനനുസരിച്ച് ഇതുപോലെ വർദ്ധിക്കുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അങ്ങനെയൊന്നും തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇസ്രായേൽ ജനതയുടെ പ്രായം വളരെ വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. ഒരു 100 വയസ്സുള്ള ഒരു ഇസ്രായേലിൻ മരിച്ചാൽ ഒരു ബാലൻ മരിച്ചു എന്ന് പറയുന്ന വിധത്തിൽ പ്രായം അവിടെ വർദ്ധിക്കും, അവരെ സംബന്ധിച്ച് വർദ്ധിക്കും എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. പാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരികയുള്ളൂ. അവിടെ പാപികളുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം. അതായത് 1000 ആണ്ടിൽ എങ്ങനെയാണ് പാപികളുണ്ടാകുന്നതെന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് സാത്താനെ ബന്ധിച്ചിരിക്കുകയാണ്. സാത്താനില്ല, ദുരാത്മ സേനകളില്ല. അന്ന് നമ്മുടെ കർത്താവിൻ്റെ ഭരണമാണ്. സാത്താനെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് പാപം ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ സ്വാഭാവികമായിരിക്കുന്ന രീതി എന്ന് പറയുന്നത് പാപം ചെയ്യുക എന്നുള്ളതാണ്.
ഇത് വംശപാരമ്പര്യമായി കിട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ ആദാമ്യ വംശത്തിൽ നിന്ന് മനുഷ്യകുലത്തിന് കിട്ടിയതാണ്. സാത്താൻ തന്നെ വേണമെന്നൊന്നുമില്ല പാപം ചെയ്യാൻ. സാത്താൻ പ്രോത്സാഹിപ്പിച്ച, സാത്താൻ പ്രലോഭനം നൽകിയിട്ട് മാത്രമൊന്നുമല്ല എല്ലാവരും പാപം ചെയ്യുന്നത്. പാപം ചെയ്യുന്നത് അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ പാപം ചെയ്യാറുണ്ട്. ഇത് 1000 ആണ്ടിലും സംഭവിക്കുമെന്നാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താണ്, ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. അപ്പോൾ അവിടെ പാവികളുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ഇവരെയാണ് ഈ മനുഷ്യരുടെ ഇടയിൽ പാവികളായിരിക്കുന്ന ആളുകൾ അന്ന് 1000 ആണ്ടിലുണ്ട്. അവരെയാണ് 1000 ആണ്ട് കഴിയുമ്പോൾ അല്പകാലത്തേക്ക് സാത്താനെ തുറന്നു വിടുമല്ലോ. ആ തുറന്നു വിടുന്നതായിരിക്കുന്ന കാലത്ത് വലിയൊരു ജനവിഭാഗത്തെ കർത്താവിനെതിരെ യുദ്ധത്തിന് സാത്താൻ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന തോന്നിവാസികളായിരിക്കുന്ന, സ്വയം പാപത്തിന് സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യരായിരിക്കും. എന്നാൽ പാപം ഇന്നത്തെ മാതിരി അതിഭയങ്കരമായിരിക്കില്ല കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ അപ്പോസ്തലന്മാരും യഹൂദന്മാരും ഒക്കെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് പാപത്തിന് അതികഠിനമായിരിക്കുന്ന ശിക്ഷ ലോകത്തിൻ്റെ മേൽ വരുന്നത് കൊണ്ട് മനുഷ്യർ, അതിനിപ്പോൾ രാജാക്കന്മാരാകട്ടെ, ഏത് രാജ്യത്തിൻ്റെ രാജാക്കന്മാരാകട്ടെ, ഏത് രാജ്യത്തിൻ്റെ മനുഷ്യരാകട്ടെ, അവർ ഭയങ്കരമായിരിക്കുന്ന പാപം ചെയ്തു കഴിഞ്ഞാൽ അവരെ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് അവൻ അവരെ ഇരുമ്പുകൾ കൊണ്ട് മേയിക്കുമെന്ന് നമ്മൾ കർത്താവിനെക്കുറിച്ച് വായിക്കുന്നത്. യഹൂദന്മാരെക്കുറിച്ച് നമ്മൾ 7 സഭകൾക്കുള്ള ദൂതിൽ വായിക്കുന്നില്ലേ, അവർ ഇരുമ്പുകൾ കൊണ്ട് ജാതികളെ മേയിക്കുമെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ ഭരണമാണ്, കർത്താവിൻ്റെ നേതൃത്വത്തിൽ യഹൂദന്മാരാണ് ലോകത്ത് വാഴുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാതിരിയുള്ള പാപങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ പാപം അധികം പ്രകടമാക്കാതെ ഇങ്ങനെ അടച്ച് സൂക്ഷിച്ച് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്ന പോലെ കഴിഞ്ഞു പോകുന്ന ഒരു ജനത അവിടെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ളവരെയാണ് വശീകരിച്ച് അവസാന യുദ്ധത്തിനായിട്ട് സാത്താൻ കർത്താവിനെതിരെ ചേർക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളവിടെ വായിച്ചത്, കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഉണ്ടാകുകയില്ല. അവിടെ ശിശുമരണങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന കാലം യഹൂദന് കൊടുക്കാനായിട്ട് പോവുകയാണ്. ബാലൻ 100 പ്രായമുള്ളവനായി മരിക്കും. ഭാവിയോ 100 വയസ്സുള്ളവനായിരുന്നു ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. അവർ വീടുകളെ പണിത് പാർക്കും. കണ്ടോ, ഇത് 1000 ആണ്ട് വാഴ്ചയിലെ കാര്യമാണ്. അവർ വീടുകളെ പണിത് പാർക്കും. ഇത് പുതിയ ഭൂമിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യമല്ല. ഇതിൻ്റെ തൊട്ട് മേലത്തെ വാക്യം, 17-ാം വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് താഴേക്ക് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സാധാരണ വായിക്കുന്നവർ ചിന്തിക്കും, ഇത് പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. അല്ലല്ല, പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് 17-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് താഴേക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് വായിക്കുകയാണ്, അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അത് ശ്രദ്ധിക്കുക. എൻ്റെ ജനത്തിൻ്റെ ആയുസ് എന്നാണ് പറഞ്ഞാൽ ലോകത്തിലെ സകല മനുഷ്യൻ്റെ ആയുസല്ല. എൻ്റെ ജനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന യഹൂദന്മാരുടെ ആയുസ് വൃക്ഷങ്ങളുടെ ആയുസ് പോലെ ആയിരിക്കും. 1000 മേലെ പഴക്കമുള്ള വൃക്ഷങ്ങളൊക്കെ ഇന്ന് കാണുന്നില്ലേ. അപ്പോൾ അന്ന് ഏകദേശം 1000-അടുത്തൊക്കെ പ്രായം യഹൂദന്മാർക്ക് വന്നേക്കാം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ പറയുന്നത് ഒരു കൃത്യമായ കണക്കൊന്നുമല്ല. എന്നാലും ഒരുപാട് പ്രായം ഉണ്ടായേക്കാം. 100 വയസ്സുള്ള ഒരു യഹൂദൻ മരിച്ചാൽ ഒരു ബാലൻ മരിച്ചു എന്ന് പറയുന്ന വിധത്തിൽ അന്നാളിൽ ജനങ്ങളുടെ ആയുസ് വർദ്ധിക്കും എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ശരി, ഞാൻ സഹസ്രാബ്ദ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ പർവ്വത നിരകളിൽ അല്ലെങ്കിൽ യെരുശലേമിൻ്റെ അതിരുകൾക്കുള്ളിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടുത്തെ മൃഗങ്ങൾ, അവിടുത്തെ ഇഴജന്തുക്കളും മൃഗങ്ങളുമായിരിക്കുന്നവയുടെ സ്വഭാവം പരിച്ഛേദം മാറും. കാരണം അവിടെ ദൈവത്തിൻ്റെ അധിവാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മൃഗങ്ങളുടെ സ്വഭാവം മാറുകയും അവ അന്യോന്യം കടിച്ച് കീറി തിന്നുകയും ചെയ്യുകയില്ല. ഇതും ഇസ്രായേലിൽ സംഭവിക്കുന്ന കേട്ടോ, ലോകത്തിൽ മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ചിന്തിക്കരുത്. പലരും വിചാരിക്കുന്നത് ഇതൊക്കെ ലോകത്തിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണെന്നാവാം. ലോകത്തിൽ വരാനിരിക്കുന്ന കാര്യമല്ല. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നീതി അവൻ്റെ നടുക്കിട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ഭരിക്കുന്നവനായിരിക്കും നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്.
എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടു കുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും, അത് ശ്രദ്ധിക്കണം, ഭൂമിയിൽ മുഴുവൻ എന്തുണ്ടാകും? യഹോവയുടെ പരിജ്ഞാനം ഉണ്ടാകും. യഹോവയെക്കുറിച്ച്, സർവശക്തിനെക്കുറിച്ചുള്ളായിരിക്കുന്ന പരിജ്ഞാനം ലോകത്തിൽ ഭൂമിയിലൊക്കെയും ഉണ്ടാകും. എന്നിട്ട് അവിടെ പറയുകയാണ്, ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. എൻ്റെ വിശുദ്ധ പർവ്വതം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഭരണത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ, അഥവാ കർത്താവ് ലോകം മുഴുവൻ ഭരിക്കുന്നുണ്ട്, അത് സത്യം. എന്നാൽ യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ആ വാഗ്ദത്ത ദേശത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ, പ്രത്യേകിച്ച് യെരുശലേം പർവ്വത നിരകളിൽ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ ആ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ച് വരും. ഇവിടെയും പറയുന്നു, ജാതികൾ ഈശായിയുടെ വേരായിരിക്കുന്ന നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് വരുമെന്ന് പറയുന്നു. അവൻ്റെ വിശ്രമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. നോക്കിക്കുക, ഇവിടെ നമ്മൾ വായിച്ചത് എന്തെന്നാണ്? ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ സഹസ്രാബ്ദ യെരുശലേം എന്ന് പറയുന്നതായിരിക്കും. സഹസ്രാബ്ദ ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്നതിനേക്കാളും യെരുശലേം പർവ്വത നിരകൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. കാരണം എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷം ആരും ചെയ്യുകയില്ലെന്നാണ്. അവിടുത്തെ ഒരു സ്ഥിതി നോക്കിക്കുക, എന്തോ ഒരു രസമല്ലേ, വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിന് എന്തൊരു കുളിർമയാണ് അവിടെ സംഭവിക്കുന്ന നോക്കിയേ. അവിടെ വായിക്കുന്നത്, ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. ഇതൊക്കെ ലോകത്തിൽ ആരെങ്കിലും കണ്ടപ്പോൾ ചെന്നായി കുഞ്ഞാടും ഒരുമിച്ച് പാർക്കുന്നതായിരിക്കുന്ന, ഒരുമിച്ച് കിടന്നുറങ്ങുന്നതായിരിക്കുന്ന, ഒരുമിച്ച് വസിക്കുന്നതായിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് മനസ്സിലെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ? ഓർത്ത് വയ്ക്കാൻ കഴിയുകയില്ല. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ട് കുട്ടിയോട് കൂടെ കിടക്കും. അത്ഭുതമല്ലേ? കിടക്കും. പുള്ളിപ്പുലി കോലാട്ട് കുട്ടിയോട് കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ബാലസിംഹവും പശുക്കിടാക്കളൊക്കെ ഒരുമിച്ച് കളിക്കുന്നതായിരിക്കുന്ന ആ രംഗമൊന്ന് ഓർത്ത് വയ്ക്കുക, എന്ത് രസമായിരിക്കും. അതാണ് അന്നത്തെ ഇസ്രായേൽ, അന്നത്തെ യെരുശലേം എന്നുള്ളത് മനസ്സിലാക്കി. ഇത് ലോകത്തിലെല്ലായിടത്തും സംഭവിക്കുന്നൊരു കാര്യമല്ല. കാരണം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ സാധാരണ കാട്ടുമൃഗങ്ങളുണ്ടാകും. ആ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവത്തിന് ഇന്നുള്ളതിനേക്കാൾ വലിയ വ്യത്യാസമൊന്നും കാണുകയില്ല. എന്നാൽ ഇത് ഇസ്രായേലിൽ നടക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ നമ്മുടെ രാജാവ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഇതൊക്കെ ഒരുമിച്ച് കിടക്കുമെന്നാണ് പറയുന്നത്. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. കണ്ടോ, അവരുടെ ആ രീതിക്ക് തന്നെ മാറ്റം വരിക. സിംഹം വൈക്കോൽ തിന്നും. അത് അസംഭവ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ദൈവവചനമായതുകൊണ്ട്, ഇത് ദൈവവചനത്തിലെ സാക്ഷ്യമായതുകൊണ്ടും ഇതിങ്ങനെ തന്നെ സംഭവിക്കും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ ഇസ്രായേൽ പർവ്വത നിരകളിലെ സിംഹങ്ങൾ പുല്ലായിരിക്കുന്നില്ലെന്ന്. അവ ഒരിക്കലും ഒരു മൃഗത്തെയും ആക്രമിക്കുകയില്ല, കീഴടക്കുകയില്ല. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. നോക്കിയേ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എന്ന് പറയുന്നത് അന്ന് അണലിയും സർപ്പവും അങ്ങനെയുള്ള പാമ്പുകളൊക്കെ ആയിരിക്കും. അവിടുത്തെ കാര്യമാണ്, ഇസ്രായേലിൻ്റെ കാര്യം, അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ പർവ്വത നിരകളിൽ, യെരുശലേം പർവ്വത നിരകളിൽ എങ്ങും ഒരു ദോഷവും ആരും ചെയ്യുകയില്ല. കാരണം അവിടെ ഇസ്രായേലിൻ്റെ രാജാവ് വാഴുന്നു എന്നുള്ളതാണ്. ഒരു നീതിയുള്ള രാജാവുമാണ്. ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അവിടെ കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ അന്ന് വെളിം പ്രദേശത്ത് പോലും കിടന്നുറങ്ങുമെന്ന് ഇസ്രായേൽ ജനത വെളിം പ്രദേശങ്ങളിൽ പോലും കിടന്നുറങ്ങും. അവർക്ക് പ്രത്യേകിച്ച് കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ളായിരിക്കുന്ന വലിയ കെട്ടുറപ്പുള്ളായിരിക്കുന്ന വീടുകളും റൂമുകളും ഒന്നും വേണ്ട. കാരണം ആരും ആരെയും ഉപദ്രവിക്കില്ല, മൃഗങ്ങൾ പോലും കടിച്ചു കയറില്ല. അപ്പോൾ പിന്നെ എവിടെ വേണേലും കിടന്നുകൂടെ. ഏത് പച്ചപ്പുൽപ്പുറങ്ങളിലും അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലും ഏത് മൈതാനങ്ങളിലും പോയി രാത്രി കാലങ്ങളിൽ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെ. എന്തൊരു സുന്ദരമല്ലേ.
എന്തൊരു സുന്ദരം നമ്മുടെ കർത്താവ് 1000 ആണ്ട് ഭൂമിയെ വാഴുന്ന കാലത്ത് ഇസ്രായേലിൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ വെളിംപ്രദേശത്ത് പോലും അവർക്ക് കിടന്നുറങ്ങാനുള്ളതായിരിക്കുന്ന ഒരു നിർഭയമായി ഒരു ഭയവും കൂടാതെ അവർക്ക് കിടന്നുറങ്ങാനും കൂട്ടുകാരെ വെളിംപ്രദേശങ്ങളിൽ ഒരുമിച്ച് കൂടി കിടന്ന് സന്തോഷിക്കാനും ഒക്കെയുള്ളതായിരിക്കുന്ന അവസരങ്ങളുണ്ട് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെയുള്ള ചില വാക്യം 1-2 വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മീക പ്രവചനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും തങ്ങളുടെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായി അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നടക്കും, എന്നും എന്നേക്കും നടക്കും അവർ പറയും. ഇവിടെ പറയുന്ന കേട്ടോ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകുകയില്ല. പിന്നെ എന്ത് ചെയ്യുന്നത്? ഇസ്രായേൽ ജനത എവിടെ കിടന്നുറങ്ങുന്ന പറയുന്നത്? അവൻ ഓരോരുത്തൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കുമെന്നാണ്. ഇതിനൊരു ആത്മീയമായിരിക്കുന്ന വേറൊരു അർത്ഥമുണ്ട്. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു വേറെ അർത്ഥം കൂടി ഉണ്ടെന്ന് വെച്ചോ. എന്നാലും അർത്ഥത്തിൽ പ്രത്യക്ഷമായ അർത്ഥത്തിൽ ഇവിടെ സ്വസ്ഥമായിട്ട് ഇന്നത്തെ മാതിരി ഇസ്രായേലിനെ പേടിച്ച് വിറച്ച് ഇന്നൊക്കെ ഇസ്രായേൽ ജനത പറക്കുന്നതൊക്കെ എവിടെയാണ്? അധികവും ഒരു സൈറം മുഴങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഭൂഗർഭ അറയിലേക്ക് ഓടും. അവർക്കായി ഒരുക്കിയിരിക്കുന്ന അവരുടെ എല്ലാ വീടുകളിലും ബിൽഡിങ്ങുകളിലും രഹസ്യ സങ്കേതങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ രഹസ്യ സങ്കേതങ്ങളിലേക്ക് ഒളിക്കും ഒരു മിസൈൽ വരുന്ന ശബ്ദം കേട്ടാൽ. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? 1000 ആണ്ടിൽ തുറസായ പ്രദേശങ്ങളിൽ അവർ കിടന്നുറങ്ങും. തുറസായ പ്രദേശങ്ങളിൽ നിർഭയമായി വസിക്കും. യുദ്ധവും ക്ഷാമവും ഒന്നും ഉണ്ടാകുകയില്ല. സെഖരിയ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന സെഖരിയാവ് 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന് കീഴിലേക്കും ക്ഷണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതിഥികളെ ക്ഷണിക്കുന്നതും സ്വീകരിക്കുന്നതും വെളിംപ്രദേശങ്ങളിലായിരിക്കും, അടച്ചുറപ്പുള്ള വീടുകളിലല്ല. അവർ കൂട്ടുകാരെയൊക്കെ ക്ഷണിക്കുന്നതും വിരുന്നൊരുക്കുന്നതൊക്കെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും ഒക്കെ ആയിരിക്കും. അവരവിടെ അങ്ങനെ സുഖമായിട്ട് കഴിയും എന്നാണ് സഹസ്രാബ്ദ യെരുശലേമിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ടുള്ളത്. സഹസ്രാബ്ദ യെരുശലേമിനെക്കുറിച്ച് 2 കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിന്നെ ഞാനൊരു കാര്യം കൂടെ ഇത് പറയുന്ന ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഈ സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമിയും എന്നുള്ളതായിരിക്കുന്ന വീഡിയോ പൂർത്തിയാക്കാൻ ഒരുപാട് വീഡിയോകൾ ഇടണം. ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും, ലോകത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കും, കർത്താവ് എങ്ങനെയായിരിക്കും ലോകത്തെ ഭരിക്കുന്നത്, യഹൂദന്മാരെങ്ങനെയായിരിക്കും ലോകത്തെ ഭരിക്കുന്നത്, അന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതികൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ യെരുശലേം എന്നുള്ളതായിരിക്കുന്ന ആ പട്ടണത്തെക്കുറിച്ചും ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ചും മാത്രമല്ല ഇതിനകത്ത് പറഞ്ഞുള്ളൂ. ഇതൊക്കെ പറയാനുണ്ട്. എന്നാൽ ഞാൻ ഓർക്കുന്നു, ഒരുപക്ഷെ ഈ സഹസ്രാബ്ദ വാഴ്ചയും പുതുവാന ഭൂമിയും എന്നുള്ളതായിരിക്കുന്ന എൻ്റെ വീഡിയോ ആരെയും അധികം ആകർഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുക. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരുപാട് വിഷയങ്ങൾ എനിക്ക് വീഡിയോ ആയിട്ട് ഇടാനുണ്ട്. ആൾക്കാർ പല വിഷയങ്ങൾ ഇടാൻ പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം മാത്രം തുറന്ന് മുമ്പോട്ട് കൊണ്ടുപോയാൽ മറ്റു വിഷയങ്ങൾ പറയാൻ പറ്റാതെ വരും. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാനും അറിയാനും സഹസ്രാബ്ദ ഭൂമിയെക്കുറിച്ചും വാഴ്ചയെക്കുറിച്ചൊക്കെ വായിക്കാൻ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മതി. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഇന്നത്തോടു കൂടെ ഈ സഹസ്രാബ്ദ വാഴ്ചയും പുതുവാന ഭൂമിയും എന്നുള്ളതായിരിക്കുന്ന വിഷയം ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോഴൊക്കെ വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല. എന്നാലും അടുത്ത ആഴ്ച തൊട്ട് ഒരാഴ്ചയിൽ 1-2 വീഡിയോ ഒക്കെ ഇടണമെന്ന് എൻ്റെ മനസ്സിലെ ആഗ്രഹം. സാഹചര്യങ്ങൾ എങ്ങനെ വരുന്നു എന്നറിയുന്നില്ല. തിരക്കുകളുള്ളതുകൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഒരുപാട് സമയം വേർതിരിക്കേണ്ടി വരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്നത്തോടെ സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമി എന്ന ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതും കൂടെ മനസ്സിലാക്കണം. ഞാൻ 2 കാര്യം കൂടെ സഹസ്രാബ്ദ യെരുശലേമിനെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ. അവിടെ ദൈവാലയം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ ദൈവാലയം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ദേവാലയം എന്ന് പറഞ്ഞപ്പോൾ ചിലർ എന്നോട് പറഞ്ഞു, ബ്രദറെ പിന്നെ ഈ ദേവാലയം എന്ന് പറയാതെ ദൈവാലയം എന്ന് പറയണം കേട്ടോ എന്ന് കുറച്ച്
അത് നിങ്ങളെ കൂടെ ഓർമ്മിപ്പിക്കുക. അതങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയില്ലേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ദൈവാലയം എന്ന് പറയേണ്ടതിന് പകരം ദേവാലയം എന്നായി പോവും. ദേവാലയം അല്ലാട്ടോ ശരി, ദൈവാലയമാണ്, ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ സഹസ്രാബ്ദ ഭൂമിയിൽ എന്തുണ്ടാകും? ദൈവാലയം ഉണ്ടാകും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞാണ്. മാത്രമല്ല അവിടെ പുരോഹിതന്മാരുണ്ടാകും, അവിടെ അതുപോലെ തന്നെ പുരോഹിതന്മാർ യാഗങ്ങളും ഉണ്ടാകും. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 56-ആം അധ്യായത്തിലെ 56-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ ഇങ്ങനെ വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. അപ്പോൾ ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ എന്തുണ്ട്? ശബത്തുണ്ട്. അത് മനസ്സിലാക്കണം. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ, ഇതൊക്കെ സഹസ്രാബ്ദ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തു എന്ന് പറയരുത്. ഷണ്ടനും ഞാൻ ഇനി ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് യഹോവയായത് ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ അകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്നിരിക്കുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇത് കർത്താവ് പറഞ്ഞ വാക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സഹസ്രാബ്ദ വാഴ്ചയിൽ നിറവേറേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ഇസ്രായേൽ ദേവാലയം, ഇന്ന് ദേവാലയമില്ല, ദേവാലയം ഉണ്ടായിരുന്ന കാലത്തും ജാതികൾക്ക് അതിലേക്ക് പ്രവേശനമില്ല. ജാതികൾക്ക് കെട്ടിയടച്ച നടിച്ചുവരിൻ്റെ പുറത്തേ നിൽക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ജാതികൾക്ക് പ്രവേശനമില്ല. എന്നാൽ 1000 ആണ്ടിലെ യെരുശലേം ദേവാലയത്തിലേക്ക് ആർക്ക് പ്രവേശിക്കാം? ജാതികൾക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. തന്നെയല്ല, അവരെന്ത് ചെയ്യും? അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. ജാതികൾ എന്ത് ചെയ്യും? ദൂരദേശങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അന്ന് തീർത്ഥാടകരായി പോകുന്നവർ ഹോമയാഗത്തിനുള്ള ആടുമാടുകളെയും കൊണ്ട് പോകും. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയില്ലെങ്കിലും അവിടെ ചെന്ന് വിലയ്ക്ക് വാങ്ങിയാലും അങ്ങനെ ആകുമല്ലോ. അങ്ങനെ ജാതികളെല്ലാം തന്നെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും വഴിപാടുകളുമായിട്ടാണ് യെരുശലേം ദേവാലയത്തിലേക്ക് 1000 ആണ്ടിൽ വരിക എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അന്ന് സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് യെരുശലേം ദേവാലയം വിളിക്കപ്പെടും. പണ്ട് മോശയ്ക്ക് നിയമം കൊടുത്തപ്പോൾ അവരുടെ ദേവാലയത്തിൽ അന്യജാതികൾക്ക് പ്രവേശനമില്ലായിരുന്നു. പിന്നെ നമ്മളിവിടെ വായിച്ച കാര്യം ഞാൻ ഓർക്കുക, യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത് എന്ന് പറഞ്ഞ ജാതികൾ അങ്ങനെ പറയരുത്. അവർക്കും അവിടെ പ്രവേശനമുണ്ട്. അങ്ങനെ ആ ജാതികൾ തീർത്ഥാടകരായി യെരുശലേമിലേക്ക് 1000 ആണ്ടിൽ വരുന്നതെന്ന് ഓർക്കുക. ഷണ്ടനും എന്ന് പറഞ്ഞാൽ ഷണ്ടന്മാർ യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുതെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഷണ്ടന്മാരുണ്ടല്ലോ, അവർ യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുത്, ആരും പ്രവേശിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സഹസ്രാബ്ദ യെരുശലേം ദേവാലയത്തിലേക്കോ ഷണ്ടനും പ്രവേശിക്കാം. അവൻ പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കിയേ, ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ആര് പറയരുത്? ഷണ്ടനായിരിക്കുന്നവൻ പറയരുത്. എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും സ്വന്തം പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത്, ഒരു കാലത്ത് ഇസ്രായേലിന് നിയമം കൊടുത്തപ്പം അന്യജാതിക്കാരനും ഷണ്ടനും പിന്നെ അമ്മോന്യരും മോവാബ്യരും ഒന്നും യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അമ്മോന്യരുടെയും മോവാബ്യരുടെയും 10ാം തലമുറ പോലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ സഹസ്രാബ്ദ ദേവാലയത്തിലേക്കോ
സകല ജാതികൾക്കും ചെല്ലാം, ഷണ്ടനും ചെല്ലാം, എങ്ങനെയുള്ളവർക്കും ചെല്ലാം. അവിടെ യാഗങ്ങളും വഴിപാടുകളും കഴിക്കാം എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടെ യെരുശലേം ദേവാലയമുണ്ട്, ദേവാലയത്തിലെ യാഗങ്ങളുണ്ട്, ദേവാലയത്തിലെ പുരോഹിതന്മാരുണ്ട്, യാഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു വേറെ വാക്യം വായിക്കട്ടെ. ഇരമ്യ പ്രവചനം 33-ാം അധ്യായം. ഇരമ്യ പ്രവചനം അതിൻ്റെ 33-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതൽ 18 വരെ, 33-ൻ്റെ 14 മുതൽ 18 വരെ എങ്ങനെയാണ് വായിക്കുന്നത്? ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് യഹൂദ ഗ്രഹത്തോട് അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച വരും എന്നൊക്കെ അരുളപ്പാട്. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിനെ നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും. ഞാൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരുശലേം നിർഭയമായിരിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിനൊരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ദിനം പ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം കഴിപ്പാനും ഹനനയാഗവും അർപ്പിപ്പാനും എൻ്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്കും ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്? 1000 ആണ്ടിലെ യെരുശലേം ദേവാലയത്തിൽ എന്തുണ്ട്? പുരോഹിതന്മാരുണ്ട്. മാത്രമല്ല അവിടെ യാഗങ്ങൾ നടക്കും എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഇതൊന്നും ഞാൻ അധികം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിൻ്റെ 12-ാം വാക്യം: ദിനം പ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം കഴിപ്പാനും ഹനനയാഗം അർപ്പിപ്പാനും എൻ്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്ക് ഒരു പുരുഷനും ഇല്ലാതെ വരികയില്ല. അപ്പോൾ പുരോഹിതന്മാരുണ്ട് എന്നല്ലേ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. എസെക്കിയേൽ പ്രവചനം അതിൻ്റെ 44-ാം അധ്യായത്തിലേക്ക് വരാം. എസെക്കിയേൽ പ്രവചനം അതിൻ്റെ 44-ാം അധ്യായം. അവിടെയും നമ്മളിതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം അതെന്തിനാണ് അവിടെ യാഗം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം പരമയാഗമല്ലേ, പിന്നെ എന്തിനാണ് ഇനി അവിടെ യാഗം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. എസെക്കിയേൽ പ്രവചനം അതിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യം. 10-11 വാക്യം: ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ടകന്ന് പോയവരും എന്നെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവ്യർ തന്നെ തങ്ങളുടെ അകൃത്യം വഹിക്കണം. അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിൻ്റെ പടിവാതിൽക്കൽ എല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം, ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യണം. എന്താണ് ചെയ്യണം? ശുശ്രൂഷ അവരുടെ മുമ്പിൽ നിൽക്കണം. അവർ ജനത്തിന് വേണ്ടി അവിടെ വായിക്കുകയാണ്, കാവൽ നിൽക്കണം. ആലയത്തിൽ അവർ ലേവ്യന്മാർ കാവൽ നിൽക്കണം. അവർ ജനത്തിന് വേണ്ടി ഹോമയാഗവും ഹനനയാഗവും അറുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ മുമ്പിൽ നിൽക്കണം. ഹോമയാഗവും ഹനനയാഗവും അറക്കുന്ന ആരായിരിക്കും? ലേവ്യ പുരോഹിതന്മാരായിരിക്കും. അവർ അവരുടെ എത്ര വരെയാണ്? 11 അല്ലേ? എസെക്കിയേൽ പ്രവചനം 10-11. അപ്പോൾ അവിടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എല്ലാം തന്നെ അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും ഇങ്ങനെ വായിക്കുന്നു: വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ അകത്തെ പ്രാകാരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന ദിവസത്തിൽ അവൻ പാപയാഗം അർപ്പിക്കണം. വളരെ വ്യക്തമല്ലേ? ഈ എഹെസ്കേൽ പ്രവചനത്തിൽ ഒരു ദേവാലയത്തെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ അളവുകളെക്കുറിച്ച് പറയുന്നു, അതിലെ ശുശ്രൂഷ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. എഹെസ്കേൽ പ്രവചനം 40 മുതൽ വായിച്ചാൽ മതിയേ. ഇങ്ങനെ ഒരു അളവിലുള്ളതായിരിക്കുന്ന ഒരു ദേവാലയം ഇന്ന് വരെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഉണ്ടായതായിരിക്കുന്ന ദേവാലയത്തെക്കുറിച്ച് പറയുന്നതല്ല, സഹസ്രാബ്ദത്തിൽ പണിയായിരിക്കുന്ന ദേവാലയത്തെക്കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ കർത്താവ് തന്നെ പണിയുന്ന ആലയത്തിൻ്റെ വലുപ്പവും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കഴിക്കുന്ന യാഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ അകത്തെ പ്രാകാരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന ദിവസത്തിൽ അവൻ പാപയാഗം അർപ്പിക്കണം, യാഗം അർപ്പിക്കണം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം എന്ന് പറഞ്ഞാൽ ലേവ്യരുടെ അവകാശം. നിങ്ങൾ അവർക്ക് ഇസ്രായേലിൽ സ്വത്തൊന്നും കൊടുക്കരുത്, ലേവ്യർക്ക് സ്വത്തൊന്നും കൊടുക്കരുത്. ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു. അവർ ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കണം. ഇസ്രായേലിൽ ആയതൊക്കെയും അവർക്കുള്ളതായിരിക്കണം. അപ്പോൾ വളരെ വ്യക്തമല്ലേ? അവിടെ യാഗങ്ങളുണ്ട്, വഴിപാടുകളുണ്ട്, പുരോഹിതന്മാരുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായല്ലോ. അപ്പോൾ ഇനി ഒരു ചോദ്യം ഇത് അവശേഷിക്കുകയാണ്.
നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നൊക്കെയല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ഏകയാഗത്താലുള്ള വിശുദ്ധീകരണമല്ലാതെ ഇനിയും യാഗം കഴിക്കുന്നത് എന്തിനാ എന്നൊരു ചോദ്യമൊക്കെ സാധാരണഗതിയിൽ വന്നേക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായി യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് യഹൂദന്മാർ കഴിച്ചായിരിക്കുന്ന യാഗങ്ങളെല്ലാം 2000 വർഷങ്ങൾക്ക് ശേഷം, 2000 അല്ല, ഇസ്രായേലിന് നിയമം കൊടുത്ത കാലം മുതൽ കർത്താവായി യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന വരെയുള്ളായിരിക്കുന്ന ആ കാലഘട്ടം വരെ കഴിച്ച യാഗങ്ങളെല്ലാം കർത്താവിൻ്റെ കാൽവരി കുരിശിലെ യാഗമരണത്തെ മുമ്പോട്ട് നോക്കി അനുസ്മരിപ്പിക്കുന്നതായിരുന്നെങ്കിൽ ഈ യാഗങ്ങളെയോ അല്ലെങ്കിൽ യഹൂദ നിയമങ്ങളെയോ ആയിരിക്കുന്ന ന്യായപ്രമാണം അച്ചട്ടായി നിവർത്തിക്കാനോ അതനുസരിക്കാനോ ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും കഴിഞ്ഞില്ല. അവരുടെ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് സാധിക്കാഞ്ഞതിന് എന്നാണ് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത്. മനുഷ്യർക്ക് ആ നിയമങ്ങൾ മുഴുവൻ പാലിക്കാണ്ട് കഴിഞ്ഞില്ല. എന്നാൽ മനുഷ്യർക്ക് പാലിക്കാൻ പറ്റാത്ത നിയമമല്ല ദൈവം അവർക്ക് കൊടുത്തത് എന്നുള്ളതിൻ്റെ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കുന്ന യഹൂദന്മാർ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെല്ലാം അച്ചട്ടായിട്ട് നിവർത്തിക്കുകയും ചെയ്യുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അന്ന് ഇവർ ഈ യാഗങ്ങളെല്ലാം കഴിക്കും. അപ്പോൾ പഴയ യാഗങ്ങളെല്ലാം കർത്താവിന് മുമ്പുള്ള യാഗങ്ങളെല്ലാം കർത്താവിനെ മുമ്പോട്ട് നോക്കി കാണിച്ചുവെങ്കിൽ ഈ യാഗങ്ങളെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ചിത്രീകരിക്കുന്നതായിരിക്കുന്ന 2000 വർഷം മുമ്പ് അറുക്കപ്പെട്ടായിരിക്കുന്ന കുഞ്ഞാടിനെ ചിത്രീകരിക്കുന്നതായിരിക്കുന്ന യാഗങ്ങളുടെ ഓർമ്മയെ പുനഃസ്ഥാപിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിന്ന് സഭ കൂടി വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മേശ ആചരിക്കുന്നില്ലേ? അപ്പം നുറുക്കി പാനപാത്രം വാഴ്ത്തി കർത്താവിൻ്റെ മേശയെ നമ്മൾ ഓർക്കുന്നില്ലേ? അത് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ നമ്മൾ സ്മരിക്കുകയല്ലേ അതിലൂടെ ചെയ്യുന്നത്. അവൻ വരുമ്പോൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മളെന്തിനാണ് ഇന്ന് ഈ അപ്പം വീഞ്ഞുകൾ ആചരിക്കുന്നത്? അതൊക്കെ 2000 വർഷം മുമ്പ് മരിച്ച കർത്താവിൻ്റെ മരണത്തെ അനുസ്മരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സഹസ്രാബ്ദ ദേവാലയത്തിൽ യാഗങ്ങൾ നടക്കുന്നതൊക്കെ എന്തായിരിക്കും എന്നറിയാമോ? അവർക്ക് വേണ്ടി മരിച്ച, അവർക്ക് വേണ്ടി അറുക്കപ്പെട്ട അവരുടെ യഥാർത്ഥ കുഞ്ഞാടിനെ ചിത്രീകരിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന, ആ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന യാഗങ്ങളും വഴിപാടുകളും ആയിരിക്കും അവിടെ കഴിക്കുന്നത്. അല്ലാതെ അതിലൂടെ മനുഷ്യൻ രക്ഷ പ്രാപിക്കാൻ വേണ്ടല്ല, അതിലൂടെ ഏതെങ്കിലും ഭാവികളെ രക്ഷിക്കാനും അല്ല. അന്ന് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണം ഇതാർക്ക് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഞങ്ങളെപ്പോലെ ബലഹീനരായിരിക്കുന്ന മനുഷ്യർക്ക് ഇത്ര വലിയ കഠിനമായ കൽപ്പനകൾ തന്നാൽ എങ്ങനെ നിവർത്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന മനുഷ്യനോട് അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വരുമ്പോൾ അതിൻ്റെ അന്തസത്ത, അതിൻ്റെ യാഥാർത്ഥ്യം, ന്യായപ്രമാണം കൊണ്ട് ദൈവം എന്താണ് മനുഷ്യൻ്റെ നീതിയെക്കുറിച്ച് ചിന്തിച്ചതോ അത് നിവർത്തിച്ചുകൊണ്ട് അവർ ആ ന്യായപ്രമാണം അനുസരിക്കുകയും ന്യായപ്രമാണത്തിൻ്റെ യാഗങ്ങൾ അറുക്കപ്പെട്ട 2000 വർഷം മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഓർമ്മയ്ക്കായി അവർ യെരൂശലേം ദേവാലയത്തിൽ ചെയ്യുകയും ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രഭുവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവിടെ പ്രഭു ഉണ്ടാവും. നമ്മുടെ കർത്താവ് അദൃശ്യനായിരിക്കും. എന്നാൽ യെരൂശലേം ദേവാലയത്തിൽ ദൃശ്യമായിരിക്കുന്ന തേജസ്സുണ്ടാവും. ആ തേജസ് കൊണ്ട് യെരൂശലേം പട്ടണം മുഴുവൻ പ്രകാശിക്കപ്പെടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞല്ലോ. എന്നാൽ കർത്താവിനെ അങ്ങനെ ആർക്കും നേരിട്ട് കാണാനായിട്ട് പറ്റിക്കില്ല. അതുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്, ഈ യെരൂശലേം ദേവാലയത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പരിസരത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് വാഴുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തായിരിക്കുന്ന ഒരു പ്രഭു ഉണ്ടാവും. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പ്രഭു ഉണ്ടാവും, അത് ദാവീദായിരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ. പ്രഭു ദാവീദായിരിക്കുമെന്ന്. ആ പ്രഭുവും യാഗം കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രഭു കർത്താവല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? കർത്താവ് ഒരിക്കലും യാഗം കഴിക്കണ്ടല്ലോ. കർത്താവിൻ്റെ ഏകയാഗത്താൽ അത് പരിഹരിക്കപ്പെട്ടല്ലോ. അവിടെ പ്രഭു ഉണ്ട്. ആ പ്രഭു യാഗം കഴിക്കണമെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 45-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യം. ദേശത്തെ സകല ജനവും ഇസ്രായേലിൻ്റെ പ്രഭുവിന് വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ദേശത്തിലുള്ള സകല ജനവും, ഇസ്രായേൽ ജനത, പ്രഭു അവരെ ഭരിക്കുന്നതായിരിക്കുന്ന രാജാവ്, ആ പ്രഭുവിന് വേണ്ടി അവർ വഴിപാട് കൊടുക്കണം. ഉത്സവങ്ങളിലും അമാവാസികളിലും ശബത്തുകളിലും ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു. എന്തൊക്കെ യാഗങ്ങളാണെന്ന് നോക്കിയേ? ഹോമയാഗങ്ങൾ, ഭോജനയാഗങ്ങൾ, പാനീയയാഗങ്ങൾ, ഈ യാഗങ്ങളൊക്കെ കഴിപ്പാൻ തക്കവണ്ണം പ്രഭു ബാധ്യസ്ഥനാകുന്നു. പ്രഭു, അവരുടെ ചക്രവർത്തി അത് കഴിക്കണമെന്നാണ്. ഒരുപാട് വാക്യങ്ങൾ ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ തന്നെ വായിക്കാൻ കഴിയും കേട്ടോ. നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 1-2 വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ.
ഇസ്രായേൽ ഗ്രഹത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും യാഗങ്ങളും അർപ്പിക്കണം. അവൻ എന്ന് പറഞ്ഞാൽ ആരാ? പ്രഭു, ഇസ്രായേലിൻ്റെ പ്രഭു, പ്രത്യക്ഷനായി വാഴുന്ന ചക്രവർത്തി, ഇസ്രായേലിൻ്റെ രാജാവ്. ആ കർത്താവിൻ്റെ കീഴിൽ വാഴുന്ന ചക്രവർത്തി ദാവീദ് തന്നെയായിരിക്കാൻ സാധ്യതയുണ്ട്. ആ ചക്രവർത്തി അവിടെ ഭോജനയാഗങ്ങളും ഹോമയാഗങ്ങളും വഴിപാടുകളും എല്ലാം കഴിക്കണമെന്ന് നമ്മൾ അവിടെ കാണുന്നു. അതിൻ്റെ 22, 23 വാക്യം. അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ആര് ചെയ്യണം? പ്രഭു അർപ്പിക്കണം. ഒരു കാളയെ വേണ്ടി പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ഉത്സവത്തിൻ്റെ 7 ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ആ 7 ദിവസവും ദിനം പ്രതി അർപ്പിക്കണം. യാഗമായി ദിനം പ്രതി ഓരോ കോലാട്ടിൻകുട്ടിയെയും അർപ്പിക്കണം. ആരർപ്പിക്കണം? പ്രഭു. ദിവസവും യാഗം അർപ്പിക്കണമെന്ന് യെരൂശലേം ദേവാലയത്തിൽ പ്രഭു. അപ്പോൾ നമ്മുടെ 1000 ആണ്ട് വാഴ്ചയിൽ നേരിട്ട് വാഴുന്നത് കർത്താവല്ലാന്ന് ഇതിൽ തന്നെ മനസ്സിലായില്ലേ? അത് ദാവീദായിരിക്കാം. കർത്താവിൻ്റെ തേജസ് അതിപരിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ചയും പുതിയ ഭൂമി എന്നുള്ള വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയാൻ ഒരുപാടുണ്ട്. ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ അധികം ആളുകൾ അധികം ഇൻട്രസ്റ്റോടെ കേൾക്കുന്നില്ല. അതിനൊരു ന്യായമുണ്ട് കേട്ടോ. എന്താ ന്യായം എന്നറിയാമോ? ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മളാരും പങ്കാളികളല്ലല്ലോ. നമ്മളാരും പങ്കാളികളല്ലാത്തതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് ഇത് നമുക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കേൾക്കുന്നതെന്നാണ്. അതായിരിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പുതിയ വിഷയങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇടാം കേട്ടോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പിന്നെ ദൈവത്തിൻ്റെ ആ പരിപാടികളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. എൻ്റെ പ്രിയമുള്ള കേൾവിക്കാരോടും എല്ലാവരോടും ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.